ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരണം എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയാം. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പാണ്ഡിജന്യം എന്നൊരു കൈകൊട്ടി കളി സംഘം ഉണ്ട്. ഏകദേശം ഒരു വർഷമായിട്ട് അവർ കളിക്കുന്നുണ്ട് അവിടെ. അതിൽ ഇപ്പോൾ എനിക്ക് കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പം അതിൽ ചേച്ചി എന്നെയും കൂടെ ഉൾപ്പെടുത്തി, എന്നെയും ഇങ്ങനെ ക്ഷണിച്ചു അതിലേക്ക്. എനിക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നൃത്തം എന്ന് പറഞ്ഞ കലാരൂപത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാളിൽ പണ്ട് എൻ്റെ അമ്മ എന്നെ നൃത്തം പഠിപ്പിക്കാൻ വിട്ടപ്പോൾ ഞാൻ എന്നും കരഞ്ഞുകൊണ്ടാണ് പോകണമെന്ന് അമ്മ പറയും. അങ്ങനെ എന്നും കരഞ്ഞ് എന്തിനു പഠിപ്പിക്കണേ എന്ന് ചോദിച്ച് പിന്നെ ഞാൻ UKG അങ്ങനെ LKG UKG ആ സമയത്തൊക്കെയാണ് പഠിച്ചത് കേട്ടോ. അരങ്ങേറ്റം നടത്തിയിട്ടില്ല. കുറച്ച് നൃത്തം പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിക്കാനായിട്ട് പല സാഹചര്യങ്ങളോട് പിന്നെ പഠിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിലേക്ക് കളിക്കാൻ സാധിച്ചത്. അപ്പം ശിവരാത്രിയോടനുബന്ധിച്ചായിരുന്നു ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. മനസ്സ് നിറഞ്ഞ് കളിക്കാൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷം. കളിയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു എങ്കിലും മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു അത്. അപ്പം നൃത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഒരു മൊമെൻ്റം തന്നു, ചെറിയ അനുമോദനം. അതൊരു വലിയ സന്തോഷമാണ് കിട്ടുമ്പോൾ. നമ്മുടെ നൃത്തത്തിന് അംഗീകരിച്ച് നമുക്കത് തരുന്നതാണ്. ഒരുപാട് സന്തോഷം അതിൽ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അടുത്ത് ശിവരാത്രിയുടെ അന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ കോസ്റ്റ്യൂമിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് വരുത്താറുണ്ട്. കാരണം അടുപ്പിച്ചടുപ്പിച്ച് കളിക്കുമ്പോൾ ഒരേ കോസ്റ്റ്യൂം ആകുമ്പം കാണാൻ കുറച്ചും കൂടെ ഭംഗി വരുന്നത് മാറ്റങ്ങളുണ്ടാകുമ്പോഴാണല്ലോ. കാരണം നമ്മൾ ഒരു 2-3 പാട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ കളിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് കളിച്ചതിനേക്കാളും ഇതെൻ്റെ രണ്ടാമത്തെ സ്റ്റേജാണ്. അന്ന് എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കളിക്കാൻ. ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് കളിച്ചായിട്ടാണ് എനിക്ക് സ്വന്തമായിട്ടെന്ന് തോന്നിയത്. കണ്ടവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞു. ഒരുപാട് നല്ല ഒപ്പീനിയൻസ് ഉണ്ട്. പൊതുവേ എൻ്റെ കുട്ടികളെ എല്ലാവരും നന്നായിട്ട് കളിക്കുന്നവരാണ്. കാരണം ഞാൻ ഇതിനു മുമ്പേക്ക് അവരുടെ ഒരുപാട് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് കളിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അന്നും അമ്പലത്തിൽ നിന്നൊരു മന്ദം സമ്മാനമായിട്ട് നൽകി. വളരെ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവരും വളരെ അപ്പോൾ രേഷ്മ ഞങ്ങളുടെ കളിക്കുന്നതാണ്. അന്ന് രേഷ്മയ്ക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് അന്നത്തെ പ്രോഗ്രാമിൽ രേഷ്മ ഇല്ലായിരുന്നു. ഇത് ഞങ്ങൾക്ക് അടുത്ത ദിവസം 27-ാം തീയതി വിട്ടിയം ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അത് രാത്രി 8:30-ക്കായിരുന്നു പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളെല്ലാവരും അന്ന് ഞാൻ കളിക്കാനായിട്ട് നമ്മളെ കൂടെ എന്നും ഞങ്ങൾ അതിന് മുന്നേ 2 ദിവസവും 7 പേര് 8 പേരൊക്കെ ആയിരുന്നു. അന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു കളിക്കാൻ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോൾ ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എല്ലാ ദിവസവും വരാൻ പറ്റില്ല. പക്ഷെ അന്ന് എല്ലാവരും 10 പേരും ഉണ്ടായിരുന്നു കളിക്കാൻ. ഇനിയും 2-3 പേരൊക്കെ ഉണ്ട്. അപ്പം തുടർന്നുള്ള പരിപാടിയിൽ അവരെല്ലാവരും ഉണ്ടാവും. അന്നത്തെ പ്രോഗ്രാം വിട്ടിയം ദേവീക്ഷേത്രത്തിൽ അവിടെ. അതപ്പം അന്നവിടെ കൊടിയേറ്റം, അന്ന് ഉത്സവം തുടങ്ങുന്ന ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ദേവീക്ഷേത്രം, അപ്പോൾ ദേവിയെ പുറത്ത് പച്ചപ്പന്തെല്ലാം കൊണ്ടുവച്ച് പ്രോഗ്രാം തുടങ്ങി. അപ്പോൾ ഇച്ചിരി ഒന്ന് ലേറ്റായി എങ്കിലും അന്നും കളിക്കാനായിട്ട് സാധിച്ചു. അപ്പം അവിടുത്തെ പരിമിത സാഹചര്യങ്ങൾ വെച്ചും പക്ഷെ നമ്മളെല്ലാവരും നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ വകയിൽ ചെറിയ ഒരു അനുമോദന സമ്മാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്തൊരു മെയിൻ പ്രോഗ്രാം ഉള്ളത് മാർച്ചിൽ ഞങ്ങളുടെ മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ പാണ്ഡിജന്യം കൈകൊട്ടി കളി സംഘം ഒരു വർഷമായിട്ട് അവർ കളിച്ചു വരുന്നുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഞങ്ങളിപ്പോൾ മൊത്തം 16 പേരുണ്ട്. ചെറിയ കുഞ്ഞു മക്കളുണ്ട്. എല്ലാവർക്കും ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.